രാവിലെ തന്നെ ഞാനും നാത്തൂനും കൂടി ഒരു ചക്കയെ കുത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് പപ്പാതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം ഞാൻ അവിയൽ വെക്കാനായിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്തോട്ട് വെച്ചു. പിന്നെ അവിയലിൻ്റെ ചക്കക്കുരുവും വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ തേങ്ങ മൊത്തം അവൻ വാരി തിന്നുകൊണ്ടിരിക്കുകയാണ് അയിനുക്കുട്ടൻ. രണ്ട് വഴക്കും കൊടുത്ത് അവനെ അങ്ങോട്ട് ഓടിച്ച് വിട്ട് അരപ്പെല്ലാം സെറ്റാക്കി ചക്കയിലോട്ട് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഇളക്കി എടുത്ത് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒഴിച്ചുകൂട്ടാൻ താളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ചുകൂട്ടാനെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഭയങ്കരമായ ചൂട് കേട്ടോ, മഴയാണെങ്കിൽ നല്ല ചൂടുണ്ട്, ഒരു പച്ചമാങ്ങ ജ്യൂസ് അടിക്കാമെന്ന്. അങ്ങനെ ടെറസിൽ കയറി 2 പച്ചമാങ്ങ പറിച്ചുകൊണ്ട് വന്ന് അതിനെ അരിഞ്ഞിട്ട് ഇഞ്ചിയും പുതിനയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ നല്ലോണം അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് പകർന്ന് കുടിച്ചിട്ടുണ്ട്. കുടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ബാക്കിയുള്ള ജോലി എല്ലാം തീർത്ത് കുളിയും പാസ്സാക്കി. പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക ഇന്ന് വെക്കുന്നതിനോട് ഒരു താല്പര്യമില്ലായിരുന്നേ. അതിൻ്റെ നിർബന്ധപ്രകാരം വെച്ചതാണ് പിന്നെ ചക്ക അവിയലും ഒഴിച്ചുകൂട്ടാൻ ഒത്തിരി കൂടുതൽ എടുത്തേട്ടോ. എനിക്ക് കറിയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒഴിച്ചുകൂട്ടാൻ നിറയെ എടുത്തു. പിന്നെ അച്ചാറിൻ്റെ കുറച്ച് ചാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂട്ടി ഞാനാണെങ്കിൽ ടി വിയിൽ ഉപ്പും മുളകും ഉണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഫുൾ ടൈം ഉപ്പും മുളകും ഉണ്ട്. അങ്ങനെ ആ ഉപ്പും മുളകും കണ്ടും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.